മർസി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഒറ്റപ്ലാവ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് കാണട്ടോ. അതിൻ്റെ മുന്നിലാണ്. നേരെ അപ്പുറത്ത് അടിപൊളി പാടുണ്ട്. ഇത് കുന്നംകുളം റൂട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് കല്ലഴി പൂരത്തിൻ്റെ രാവിലത്തെ ആനകൾ വന്നിറങ്ങുന്ന കാഴ്ചകൾ കാണാൻ. അത് ചിലപ്പോൾ അത് നാളെ ആവും. 2 ദിവസം പ്രോഗ്രാം ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കൂർക്കഞ്ചേരി പോകും. കൂർക്കഞ്ചേരിയിൽ അടിപൊളി പരിപാടി നടക്കുന്നുണ്ട്. പൂരാണ് കേട്ടോ. കാവടികളൊക്കെയാണ്. പിന്നെ പല സ്ഥലത്തും ഒന്ന് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ് ചെയ്തിലേക്ക് ഇത് പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണം. ഓൾറെഡി കുറുക്കഞ്ചേരിക്ക് പോകണമെങ്കിൽ 60 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഓൾറെഡി ഇന്നിവിടെ വേലപ്പൂരാണ് കേട്ടോ. ഒരുത്തൻ എന്നെ പറ്റിച്ചാണ്. ആളെ പേരും പറയുന്നില്ല, എന്തായാലും പോട്ടെ. പിന്നെ അപ്പം നമുക്ക് കൂർക്കഞ്ചേരിയിലോട്ട് പോയേക്കാം. അവിടെ നല്ല കാവടികളെ പരിപാടി ഉണ്ട്. അപ്പോൾ കുറേ ആനയുടെ ഇടുമ്പോൾ എല്ലാവർക്കും ചടപ്പുണ്ടാവും. ഇഷ്ടമുള്ളവർക്ക് കാണാം ആനകൾ കേട്ടോ. പക്ഷേ ഞാൻ നേരെ കൂർക്കഞ്ചേരി പിടിക്കാണ്. ഇവിടെ നാളെ ആനകളെ പരിപാടി കേട്ടോ. ഇന്ന് വേലകൾ ഇതൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമൊക്കെ തുടങ്ങും. എന്തായാലും മൂഞ്ചി പോയി ഗൈസ്. അയ്യാല് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്ന അടിപൊളി ഒരു സ്ഥലമാട്ടോ അത്. ഇത് നമ്മൾ അക്കിക്കാവിന്ന് കേച്ചേരിക്ക് പോകുന്ന റോഡാണ്. പണ്ട് ഈ റോഡ് ഇങ്ങനെ അല്ലായിരുന്നു, റബ്ബറൈസറേ അല്ലായിരുന്നു. ഭയങ്കര ചൊറ പിടിച്ച റോഡായിരുന്നു. അപ്പം ഇതിൻ്റെ റോഡൊക്കെ ഒന്ന് നോക്കിയാൽ 2 സൈഡിൽ ഇതങ്ങനെ കൈവേരിയൊക്കെ കൊടുത്തിട്ട് സംഭവം ഉണ്ടാവും, സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിൽ കണ്ടില്ലേ നെൽപ്പാടങ്ങൾ. പക്ഷെ എന്താ പറയുക, ഇവിടെ പച്ചപ്പ് ഉണ്ടാകുന്നൊരു ടൈമുണ്ട് കേട്ടോ. അതാണ് ഭയങ്കര ആംബിയൻസാണ്. അപ്പോൾ പിന്നെ അതല്ല, ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ കടകളും കച്ചവടക്കാരും ചായ, ജ്യൂസ്, കോഫി ഐറ്റംസൊക്കെ ഉണ്ട്. അതിങ്ങനെ നമ്മളിങ്ങനെ ഇതിലൂടെ വൈകിട്ട് രാവിലെ പോകുമ്പോൾ ഇരുന്ന് കുടിച്ച് കഴിച്ച് ആസ്വദിക്കണം. ഇതൊക്കെ കണ്ടിട്ട് സംഭവം സെറ്റാട്ടാവും. എന്തായാലും ഞാൻ കൂർക്കഞ്ചേരി പോയോക്കട്ടെ. ഞാൻ ഇവിടെ അടുത്തൊരു പൂരത്തിന് വന്നതാണ്. അപ്പോൾ പൂരത്തിൻ്റെ വേല മാത്രമേ ഉള്ളൂ ഇന്ന്. നാളെ ആനപ്പൂരം, കല്ലഴി പൂരം. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കര ബ്യൂട്ടി. വാവ്.
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ അടിയിലാണ്ട് ആമകളുണ്ട്, പിന്നെ ഇങ്ങനത്തെ മീനുകൾ, പിന്നെ മത്സ്യകന്യക ഉണ്ട് കേട്ടോ ടോപ്പിൽ. ഞാൻ കാണിച്ചു തരാം. കണ്ട, അടിപൊളി. എന്താ നൃത്തം. അതിൻ്റെ ഇടയിലൊരു ബോർഡ് ഉണ്ട് കേട്ടോ, അതിൻ്റെ അവിടെ കൊടുന്ന് ചാരി വെച്ചിരിക്കുകയാണ്. ഇവിടൊക്കെ നിരത്തി ചാരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എപ്പോൾ കൊണ്ടുപോകുന്നറിയില്ല, അത് പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. വേണ്ട, ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാ നോക്കിയേ, അത്രക്കും ബ്യൂട്ടി. എൻ്റെ മോനെ, ഇവിടെ ചുവപ്പ്, ഇവിടെ ഓറഞ്ച്, ഇവിടെ മഞ്ഞ, പച്ച, നീല, പല വർണ്ണങ്ങളിൽ നല്ല സെറ്റായിട്ടുണ്ട്. എന്തായാലും അടിപൊളി. നിന്ന് തിരിയുമ്പോട്ട് അതിൻ്റെ ഭംഗി വരിക. ഏതായാലും ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞില്ലേ, നമ്മളിന്നിപ്പോൾ ഇവിടെ എത്തിയത് വൈകി. പിന്നെ അതുപോലെ ഇന്നലെ പന്തല്ലൂർ പൂരം കവർ ചെയ്യാൻ പോകും. ഇത് കണ്ടോ, ഇത് സെറ്റ്. വാവ് ഗൈസ്, ഇനിയിപ്പോൾ അവിടെ ആനപ്പൂരാണ് നടക്കുന്നത് കേട്ടോ. മേളക്കാരവിടെ തകർത്ത് കൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാവും ഇവിടെ കഥനെ പൊട്ടിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ വീട്ടിൽ നിന്ന് ഞാനൊരു 6:30 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കേട്ടോ, കൂർക്കഞ്ചേരിയിലാണ് ഈ ഉത്സവം ഉള്ളത്. അത് ഇന്നലെ കഴിഞ്ഞു. അതന്നെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊട്ട് മേളം കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ അത് ഭയങ്കര സൗണ്ടാവട്ടോ. ഗൈസ, ഈ കാവടിയൊക്കെ കൊണ്ടുപോകാൻ എന്താ ഓരോ ലോറി വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ എല്ലാ വണ്ടികളും വരും. ഇവർ വെയിൽ ചൂടാകുന്നതിന് മുമ്പ് കൊണ്ടുപോകാവും. ഇതുണ്ടല്ലോ, ഒരു ഏസ് വന്ന് നടക്കുന്നുണ്ട്. അമ്മമാർ കയറ്റാൻ പോകാം കേട്ടോ. കണ്ടോ,
ഗേസ് അതിൻ്റെ ഇടയിലേ ഇതാ ഈ കാവടിയോളം ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരാളൊരു ഓട്ട എന്താ സംഭവിച്ചപ്പോൾ ഇവിടെ കഥന പൊട്ടിച്ചിക്കണ്. ഇയാളിത് ഇവിടെ പൊട്ടിക്കണ ഇയാൾക്ക് അറിയില്ല. ഒരു എലി പാമ്പൊക്കെ മാളത്തിൽ നിന്ന് ചാടുന്ന പോലെ ഒരു ഓട്ട എനിക്ക് ചീറിച്ച് ചത്ത് ഞാൻ. അയ്യോ എനിക്കത് വീഡിയോ കിട്ടിയില്ല. ഒരു കൊടയുണ്ട് ആളെ കയ്യിൽ. ആളിതാ ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെ ഇല്ല കേട്ടോ. മോനെ ചിറിച്ച് ചത്ത്. ജേസൻ ഞാൻ ഇവിടെ ഇങ്ങനെ തിരഞ്ഞു നോക്കാൻ കേട്ടോ. നേരത്തെ ഓടിയ ആളെ ഇവിടെ എവിടെയും കാണാൻ കേട്ടോ. എനിക്ക് വീണ്ടും ചിരി വരുന്നേ കണ്ടോ. ഇവിടെ എവിടെ പരിസര പ്രദേശങ്ങളിലൊന്നുമില്ല അയാളില്ല. അയാൾ ചെവി മൂളിയണോന്ന് ഡൗട്ടുണ്ട്. ജേസൻ ഇതാ ഈ വെച്ചിരിക്കുന്ന ഞാൻ ചോദിച്ചിട്ടോ. അതിൽ 250 കഥന ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശിവരാത്രിക്ക് ഇവിടെ 1000 സംതിങ് പൊട്ടിക്കുന്നുണ്ട് അത്ര ശിവരാത്രിയുടെ അന്ന്. ഓൾറെഡി ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. വീട്ടിൽ വൈഫൊക്കെ ഭയങ്കര ഉറക്കായിരുന്നു രാവിലെ. എന്നും വരുമ്പോൾ അവർ എണീറ്റുണ്ടാവില്ല. ഞാൻ എണീറ്റ് ഫ്രഷ് ആയിട്ട് പോരുക ചെയ്യുക. ഇന്നെന്താ പറയുക, ഇവിടെ എനിക്കറിയാം പരിപാടി നേരത്തെ കഴിയുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിടിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഇനി ഇത് പൊട്ടിച്ചതിൻ്റെ ശേഷം കഴിക്കുള്ളൂ. ആകെ തളർന്ന് വീഴാൻ പോകാൻ കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വരുമ്പോൾ ഇഷ്ടം പോലെ ഹോട്ടൽ ഇല്ലായിട്ടില്ല കേട്ടോ. കാരണം അത് ഇങ്ങനെ ഡിലേ വരും. പെട്ടെന്ന് ഇവിടെ എത്തി. തൃശ്ശൂരാണ് അറിയാമല്ലോ, ഭയങ്കര ബ്ലോക്കാവും. നമ്മുടെ അമല ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നൊക്കെ കണ്ടു കട്ട ബ്ലോക്കാണ്. ശോഭാ മാള് അവിടെയൊക്കെ. ഗേസ് മരുന്നിടുന്നുണ്ട് കേട്ടോ, മരുന്നിടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ പൊട്ടിക്കുമെന്ന് അർത്ഥം. അതുകൊണ്ടല്ലോ ഇവിടെ ഒക്കെ ഇട്ട് പോയിട്ടുണ്ട്. നല്ലൊരു പൊട്ടലുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ പോകുന്നുള്ളൂ. എന്ത് സമയമായാലും വേണ്ടില്ല. അമ്പലത്തെ മേളം കഴിഞ്ഞിട്ടോ. ഇതിപ്പോൾ പൊട്ടിക്കേ. ഇതാ അവിടെയൊക്കെ മരുന്നിട്ട് പോവാണ്. ഇപ്പോൾ പൊട്ടിക്കുക. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ തൊഴുത് പോകുന്നുണ്ട്. ഇരുന്നൂറ്റമ്പത് കഥന പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളായി ഇവിടെ ഇരിക്കുന്നുട്ടോ. അത് എപ്പോഴാണ് പൊട്ടിക്കുക? കൊളക്കാടൻ ഗണപതി അതിനെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. രണ്ടാമത്തെ ആന അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഗേസ് ആളോടെ ചൂട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം പൊട്ടിക്കും. 250 കഥന അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് ഇപ്പം പൊട്ടിക്കും കേട്ടോ. ആശാന്താ ഓലക്കടി ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. പേപ്പറൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഇപ്പം പൊട്ടിക്കേ. ആശ അവിടെ തീ കൂട്ടുന്നുണ്ട്. എപ്പോൾ പൊട്ടിക്കുമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ചായ കുടിക്കാൻ. എൻ്റെ മോനെ ക്ഷമ 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 ക്ഷമ. കണ്ടില്ല, അത് ആന പോയിട്ട് പൊട്ടിക്കുന്നതാണ്. അത് പോയിട്ട് 12 മണിക്കൂറായി. ആന ഇങ്ങോട്ട് വെള്ളം കുടിക്കാൻ വന്നിരുന്നു. അപ്പോൾ പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങേർക്കിത് കൊളുത്തായിട്ട് സമാധാനമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് അനുമതി കിട്ടണം. അല്ലാതെ ഓൾറെഡി നേരത്തെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പൊട്ടിച്ചില്ല, അതേപോലെ പറ്റില്ല. ഇത് 250-250ൻ്റെ മുകളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അവർ. ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല കേട്ടോ. അവർ പറഞ്ഞാൽ കേട്ട്. പക്ഷേ എന്നാലും ഈ ഇങ്ങേർക്ക് തീരെ ഒരു ക്ഷമ കിട്ടുന്നില്ല. എനിക്കത്രയില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടുന്ന് കുന്നംകുളത്തൊരു വേല നടക്കുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുള്ളൂ. ഫുഡ് കഴിക്കണം. സിഗ്നല് കിട്ടിയിട്ടാ. സിഗ്നല് കിട്ടി. അയ്യോ ആൾ പോകണുണ്ട്. എന്താവും സാറ്? അയ്യോ
മോനെ ഇതാണ് ഇപ്പോൾ പൊട്ടി മുതലുകൾ കേട്ടോ കിടക്കുന്നുണ്ടോ അങ്ങനെ അതാ അവിടെ നിന്നാണ് കൊളുത്തിയത് അവിടെ അവസാനിച്ചു ഇതിവിടെ കാവടി സംഘത്തിൻ്റെ ടീമിന് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അങ്ങനെ ട്രോഫി കൊടുക്കുന്നുണ്ട് ആ ട്രോഫികളാണ് ഇരിക്കുന്നത് അതിനൊന്നും ഞാൻ കൊടുക്കുന്നത് എടുക്കുന്നില്ല കേട്ടോ 60 കിലോമീറ്റർ ഇപ്പുറത്ത് ഞാൻ കിടക്കുന്നത് അപ്പോൾ ഇനി വേഗം നാട്ടിലോട്ട് തന്നെ തിരിക്കാണ് അത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ